അത്രമാത്രം പ്രകൃതി പാഠങ്ങൾ പാടാനായിട്ടുള്ള അവസ്ഥ ഒരുപാട് പ്രതിബന്ധങ്ങളിലൂടെയാണ് അത് പോകുന്നത്. അത് കർത്താവ് എനിക്ക് ഓർമ്മ വരുന്നൊരു വചനം ഇതാണ്. 1 സാമുവേൽ 26:9 എന്റെ ആവശ്യത്തിനെതിരായിട്ട് കരങ്ങൾ ഉയർത്തിയിട്ട് നിർദോഷിയായിരിക്കാൻ ആർക്ക് സാധിക്കും? നമ്മുടെ ഏതെങ്കിലും രീതിയിൽ മരിച്ചുപോയ ആത്മാക്കളുടെ തിരുനാളാണ്. അവർക്കൊണ്ട് നമ്മുടെ കുർബാനയൊക്കെ അർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടമാണിത്. ഏതെങ്കിലും രീതിയിൽ പുരോഹിതർക്കെതിരായിട്ട് പ്രവർത്തിക്കുകയോ ദുഷ്ടന്മാരോ അന്മാരോ അങ്ങനെയൊക്കെ ഉള്ളവർക്കെതിരായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും കൂട്ടായ്മയായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൂട്ടായ്മയെ പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ദൈവം എന്നെ വിളിച്ച് വേർപെടുത്തി ദൈവസ്വരം ശ്രമിക്കാതെ ഞാൻ എന്റേതായ ജീവിത രീതിക്ക് പോയി അവസാനം ഈ വണ്ടിയിലൊക്കെ ഞാനിത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ
ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി തന്നെ നിൽക്കുമായിരുന്നു. ദൈവം വിളിച്ച് അവിടുത്തെ യൂണിറ്റായിട്ട് വിളിച്ച് വേർപെടുത്തി. പക്ഷെ ഞാൻ ജോലി മക്കളെ പോറ്റാൻ ജോലി കാശുണ്ടാക്കാനും പറയാൻ പോയി. അവസാനം ഞാൻ ഒരു വാഹനത്തിൽ കയറിയ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയെ കയറിയാല് ആ വണ്ടി നിന്നു പോകും. ഞാനത് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ആ വണ്ടി മുന്നോട്ട് പോകത്തുള്ളായിരുന്നു. ഇത് നമുക്ക് യോന പ്രവാചന പുസ്തകം 2-ാം അധ്യായത്തില് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം പറയുന്നത് അനുസരിക്കാതെ യോന കപ്പലെ കയറി. അവസാനം യോന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. കപ്പലയിൽ നിന്ന് മാത്രം ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ ഏതോ യോനാമാരിതിനകത്തുണ്ട്. ദൈവം പറയുന്ന അനുസരിക്കാതെ ഉള്ള ഏതോ യോനാമാരിതിനകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ കർത്താവ് അനുവദിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രൂപം ഇതിന് മുമ്പ് തന്നിട്ടുള്ളവരെ കൈകൊള്ളുന്ന അവസ്ഥയില് ഇതിന് മുമ്പ് എവിടെയും കണ്ടിട്ടുണ്ടോ? ഇതിനകത്തൊക്കെ വെറുപ്പോടും വൈരാഗ്യത്തോടും കൂടെയൊക്കെ വന്ന് കയറുമ്പോഴേ ജീവിതം ഒരു മനസ്സാക്ഷി എന്ന് പറയണം. ഇത് എന്താണ് ഈ കാണുന്ന സംഭവം? ആ ശരീരത്തിൽ ഒരു ഭാഗം പോലും ഇതിന്റെ അടി മേടിക്കാത്തതും മുറിപ്പെടാത്തതും ഇതെല്ലാം നമ്മൾ കണ്ടിട്ട് യാതൊരു ദാക്ഷിണ്യമില്ലാതെ ഇപ്പോഴ് വെറുപ്പുണ്ടെന്ന് പറയുന്ന ആൾക്കാർ എത്ര 36 പേരാണ് എണീറ്റ് നിന്നത്. ആവശ്യത്തിനെതിരായിട്ട് പ്രവർത്തിച്ചവരുണ്ട്, ക്രിസ്ത്യൻസിനെതിരായിട്ട് പ്രവർത്തിച്ചവരുണ്ട്. ഇതെല്ലാം ഇതിനകത്തുണ്ട്. കാരണം ഇതുണ്ടെങ്കിൽ കാണുന്നത് ജീവനുള്ള രൂപമാണ്. നോക്കിയെങ്കിലേ മനസ്സിലാകട്ടോ. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ ഇതുപോലുള്ളൊരു ഗ്രൂപ്പിന് കണ്ടിട്ടില്ല, കാണാൻ സാധിക്കുന്നില്ല. കാരണം ഇവിടെ നേരത്തെ കർത്താവ് സന്ദേശിക്കുന്നുണ്ടായിരുന്ന ഇതിന്റെ കൂടാശ കഴിഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ പ്രാർത്ഥനാലയത്തിന്റെ കൂടാശ കഴിഞ്ഞാല് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് നേരത്തെ തന്നെ കർത്താവ് സന്ദേശം തന്നിട്ടുണ്ടായിരുന്നു. കേട്ടല്ലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴ് ഈ ഇത്രമാത്രം വെറുപ്പിന്റെ മേഖലയിലൂടെ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെയാണ് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത്? എങ്ങനെ വരുന്നത്? ഇന്നുവരെ ഇതുപോലുള്ള വിഷയം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? 15-16 വർഷങ്ങളൊക്കെ വരുന്നില്ലേ ഇവിടെ? അങ്ങനെയുള്ളവരുടെ കൈകൊടുത്തില്ലേ? ഇന്നുവരെ ഉണ്ടായിരുന്നു ഇതുപോലുള്ള വിഷയം? ഇല്ല. അതിന്റെ ജോമാല
ഒക്ടോബർ മാസം ജപമാല സമാപനം കഴിഞ്ഞിട്ട് വീണ്ടും ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം തരുമായിരുന്നു. വീണ്ടും അതിന്റെ ജപമാലയിലേക്ക് കടന്നു വരാനായി. അപ്പോഴ് പ്രകൃതിയിൽ നിന്ന് ഇത്രമാത്രം പ്രതികരണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കാരണം നമ്മുടെ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോഴേ നമ്മുടെ തന്നെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കണം, ദൈവമേ ഞാൻ കാരണം മറ്റുള്ളവർക്ക് ഉത്തരവാകാൻ നീ അനുവദിച്ചില്ലേ? ഞാനൊക്കെ ഇവയിൽ പോയി ധ്യാനം കൂടിയിട്ട് തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലായിരുന്നു. ഞാൻ കണ്ടവരോട് എല്ലാവരോടും ക്ഷമ ചോദിക്കാൻ തുടങ്ങി. എല്ലാ ആൾക്കാരോടും ക്ഷമ ചോദിക്കേണ്ടത് തുടങ്ങി. അപ്പൊ ആൾക്കാർ പറഞ്ഞു എനിക്ക് വട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ സകല ആൾക്കാരോടും ക്ഷമ ചോദിച്ച് ഒരു പച്ച പുല്ല് പിച്ചു കഴിഞ്ഞാൽ അതിന് നോവും എന്നുള്ള ബോധ്യം, ആ ബോധ്യത്തിലേക്ക് വന്നു. വർഷങ്ങളായിട്ട് പ്രാർത്ഥനയിൽ സംബന്ധിച്ച് ധ്യാനം കൂടിയെന്ന് പറഞ്ഞാൽ ആദ്യം പ്രാരംഭ ധ്യാനം കൂടി, അത് കഴിഞ്ഞതിന് ശേഷം പരിധാന വളർച്ചാ ധ്യാനം, അത് കഴിഞ്ഞ് ആന്തരിക സൗഖ്യ ധ്യാനം, ഇങ്ങനെ അടുപ്പിച്ച് കുറെ ധ്യാനം കഴിഞ്ഞതിന് ശേഷം കായംകുളം സെന്റ് ആന്റണി ചർച്ചില് ഏതാണ്ട് 10 വർഷത്തോളം മധ്യസ്ഥ പ്രാർത്ഥന, ഒരു വെള്ളിയാഴ്ച പോലും മുടങ്ങാതെ 10 വർഷം ആ പള്ളിയില് മധ്യസ്ഥ പ്രാർത്ഥന നടന്നു. എന്താ പറയുന്നുണ്ട്, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി വരുന്നിടം വരെ നിങ്ങള് ജെറുസലേം വിട്ട് പോകരുത്. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി വരുന്നിടം വരെ നിങ്ങള് ജെറുസലേം വിട്ട് പോകരുത്. നിങ്ങൾ അവിടെ തന്നെ ആയിരിക്കുക. അവിടെ ഇത്രയും ആൾക്കാരിയ്ക്കുമ്പോഴ് 36-40 ഇതിനകത്ത് എണ്ണിക്കാത്തവരുണ്ട്, ക്ഷമിക്കാനുള്ളവര്, എണ്ണിക്കാത്ത ആൾക്കാരുമുണ്ട്. അപ്പൊ ഈ വിറപ്പിട്ട ഒരു കോട്ട തന്നെ ആയിരിക്കുന്ന ആൾക്കാരിലായിട്ട് ഇരിക്കുമ്പോഴ് പ്രകൃതി ഇങ്ങനെ മാറിയ പോലെ ഇങ്ങനാണോ മാറണ്ടേ? കാരണം ദൈവം പരിപൂർണ ക്ഷമയാണ്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ നമ്മളിൽ വന്നപോലുള്ള കുറവുകള്, ആ കുറവുകളെ പൂർണ്ണമായിട്ട് നമ്മൾ പരിഹരിക്കാനായിട്ട് തയ്യാറാവുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ പരിപൂർണമായിട്ടും നമ്മുടെ ആ വെറുപ്പിന്റെ മേഖലയിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ ഒരു കാരണവശാലും ദൈവത്തിന്റെ ആ അരൂപി, ആ ഒഴുക്ക് നമ്മളിലേക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. ഇന്ന് പൈശാചിക ബന്ധനത്തിന്റെ അതീവ ശക്തമായിട്ടുള്ള 3 പേര് ഇതിനകത്തുണ്ട്. അതീവ ശക്തമായ പൈശാചിക ബന്ധനമുള്ള 3 വ്യക്തികളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരിടത്തും ചെല്ലുമ്പോഴ് നമ്മളെ തന്നെ പരിശോധിക്കണം. ദൈവമേ, ഞാൻ കാരണം ഒരു അനുഭവ പ്രശ്നം ഉണ്ടാകാനായിട്ട് പാടില്ല, ഉണ്ടാകരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഈ മഴയും കാറ്റുമൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളായി മാറിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നമായിട്ടത് മാറുന്നുണ്ട്. മാറാൻ സന്ദേശം വായിച്ചു കഴിഞ്ഞപ്പോഴേ പല സ്ഥലത്തും പ്രകൃതി ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഇത് ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴേ
ജീവിക്കുന്ന ആളന്മാര് സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാകുന്നില്ലയോ? മഴയും കാറ്റും കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടാകുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ തന്നെ ചിന്തിക്കുകയായിരുന്നു. അപ്പോഴേ സാധാ ഒരേ കാര്യങ്ങൾ മുൻകൂട്ടി നമ്മളെ അറിയിക്കുക, വരാൻ പോകുന്ന ദുരന്തങ്ങള് പ്രശ്നങ്ങളെല്ലാം നമ്മളെ മുൻകൂട്ടി അറിയിക്കുന്നതാണ് ഈ സന്ദേശങ്ങളിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പുരോഹിതരോട് വെറുപ്പോ പുരോഹിതരോട് എതിർപ്പുള്ളവരുടെ കരങ്ങൾ എഴുതുക. പുരോഹിതരോട് വെറുപ്പോ എതിർപ്പോ ഉള്ള വ്യക്തികളല്ല, പുരോഹിതർ നമ്മളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള വ്യക്തികളുടെ കരങ്ങൾ എഴുതുക. ഒരാളൊന്നും അല്ലത്, 3, 4, 5 പേരല്ല, 5 പേര് കൂടുതലായിട്ടുണ്ട് പുരോഹിതരോട്. അതായത് ഒരു വചനം പറയുന്നുണ്ട്, 1 സാമുവേല് 26:9. എന്റെ അംശിക്കുന്ന നേരെ കര ഉയർത്തിയിട്ട് നിർദോഷിയായിരിക്കാൻ ആർക്കും സാധിക്കും. ഇവിടെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നവരാണ് അഭിഷിക്തരായ പുത്രന്മാരായിരുന്നാലും ആത്മാരായിരുന്നാലും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നവരാണ്. ഏത് വചനമായിരുന്നു ഞാൻ പറഞ്ഞത്? ഏത് വചനമാണ് പറഞ്ഞത്? ഈ വചനം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പേടിയോ ഭയമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും വചനം മനസ്സിലായാല്. 1 സാമുവേൽ 26:9. വചനം ഹൃദയത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് പരാജയപ്പെട്ടു പോകുന്നത്. വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ സങ്കീർത്തനം 119:11 പറയുന്നില്ലേ, കർത്താവെ അങ്ങേക്കെതിരായിട്ട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവിടെ വചനം എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് തകരുന്നത്? എന്തുകൊണ്ടാണ് നശിക്കുന്നത്? ഇത്രയെല്ലാം നിങ്ങൾ ഒരു ദിവസം പൈസയുടെ കാര്യം എത്ര പ്രാവശ്യം പറയും? ഒരു ദിവസം എത്ര പ്രാവശ്യം പറയും പൈസയുടെ കാര്യം? ഒരു ദിവസം നിങ്ങൾ ദൈവവചനത്തെ കുറിച്ച് എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? ഉണ്ടോ? ഏതെങ്കിലും ഒരു വചനം ഹൃദയത്തില് സംഗ്രഹിക്കാനായിട്ട് മനസ്സിന്റെ മടി, കുടുംബ പ്രാർത്ഥനയായിട്ട് ബഹളം തന്നെ. പള്ളിയിൽ പോക്കിന്റെ അഭിഷേകമാണ്. ഞങ്ങള് പള്ളിയിൽ പോകും. കാരണം വേണ്ടാതീനം കാണിക്കാനുള്ള ഒരേ ഒരു സ്ഥലം ഏതാ? പള്ളി. ആരില്ലെന്ന് ചോദിക്കുന്നുണ്ടോ അവിടെ? ഒരു ചോദ്യവും ഇല്ല. ഞായറാഴ്ച നേരം വിളക്കുമ്പോഴേ ഇറങ്ങി തിരിച്ച് പോയേക്കുക. ഒരു കുഴപ്പവുമില്ല. ഇതിലെല്ലാം മാത്രം പ്രശ്നമുണ്ട്. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരു കുറ്റബോധവും ഇല്ല. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വല്ല കുറ്റബോധമുണ്ടോ? നിത്യ കുർബാനയും പോയി സ്വീകരിക്കുക. യാതൊരു കുറ്റബോധവുമില്ല. അവിടെ ആകുമ്പോഴേ ആരും ചോദ്യം ചെയ്യുന്നില്ല, വചനം അറിയണ്ട, വചനം കേൾക്കണ്ട, ഒരു കുഴപ്പവുമില്ല. ഒരേ തലവിന്റെ പിള്ളേരെ ഇവിടെ കൊണ്ടുവന്നത് അന്ന് തന്നെ പറയാം, ബ്രദറെ അവനെ അൾത്താരപാലകനായിരുന്നു, അൾത്താരെ കേൾക്കുന്നവന്. അൾത്താരെ കേൾക്കുന്ന എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ടോ? ചാത്തെടുത്ത് കൊടുക്കാനായിട്ട് പോകുമല്ലോ ആൾക്കാര്. മൈക്കാട് പണിക്ക് പോകത്തില്ലേ? അവർക്കൊരു പ്രതീക്ഷയുണ്ട്, വഴിയിൽ കാശ് കിട്ടുമെന്നെങ്കിൽ. ഈ അൾത്താരെ കയറുന്നവര് മാതാപിതാക്കള് പറയുന്ന അനുസരിക്കൂ, ആരെയും പറയുന്ന അനുസരിക്കൂ, എന്തേലും അംഗീകരിക്കൂ. എന്താ പറയുന്നത്? അവരെ ചെറുതിലെ മൂലങ്ങ് അൾത്താരെ സ്ഥിരം പുറത്തുകയായിരുന്നു. അപ്പനും അമ്മയും അൾത്താരയ്ക്ക് പുറത്ത്. അൾത്താരെ കയറി എന്ന് പറഞ്ഞ് ഒരു മകനോ ഒരു മകൾക്കോ മാറ്റം വരണമെന്നില്ല. മാറ്റം വരണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരെ സ്പർശിക്കണം. എങ്കിൽ മാത്രമേ അവിടത്തേക്ക്
മാറ്റം വരുത്തുണ്ട്. പ്രൈസലോ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ വിലക്ക് വരുമ്പോഴേ എന്ന് പറയാറുണ്ട്, ബ്രദറെ ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാനയ്ക്കും പോകുന്നുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങത്തില്ല, എല്ലാ ദിവസവും പള്ളിയിൽ പോകും. എന്നാൽ അവിടെ കടബാധ്യത, നിത്യരോഗത്തിനടിമയുള്ളവര്, ശാരീരിക പ്രശ്നങ്ങളുള്ളവര്, ഇതെല്ലാം അവിടെ ഉണ്ട്. അപ്പോഴ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരിലും ഉണരണം എന്ന് തന്നെയാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത്. അവസാന നാടുകളില് എല്ലാ ജലത്തിന്റെ മേലും എന്റെ ആത്മാവിനെ വർദ്ധിക്കും. ഏത് വചനത്തിലാണ് പറയുന്നത്? ജോയൽ പ്രവാചകൻ. പ്രവർത്തനം 2-ാം അധ്യായം. യുവാക്കന്മാരും യുവതികളും പ്രവചിക്കും, വൃദ്ധന്മാരും വൃദ്ധകളും സ്വപ്നം കാണും, ആകാശത്ത് അത്ഭുതങ്ങളും ഭൂമിയില് അടയാളങ്ങളും നിങ്ങൾ ദർശിക്കും. പിതാവ് ആകാംക്ഷിക്കുന്നത് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കും. ഇപ്പോഴ് ഇവിടെ പ്രാർത്ഥിക്കുന്നു. ആദ്യം തുടക്കത്തിൽ തന്നെ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്ന് നിറയണമെന്ന് പറഞ്ഞോട് പ്രാർത്ഥിക്കുക. മനസ്സാക്ഷിയോടുകൂടിയാണ് നിങ്ങളത് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ നിമിഷം നിങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകും. ഇത് സാധാരണ ഒരു ധ്യാന കേന്ദ്രത്തിലോ ഒരു പ്രാർത്ഥനയോ പറഞ്ഞു തരുന്നതല്ല ഈ സംഭവം. ഇവിടെ ഈ പറഞ്ഞു തരുന്ന പോലുള്ള ആ പ്രാർത്ഥന നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവെ അവിടുത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എവിടെയും കേട്ടിട്ടുണ്ടോ വേറെ? അപ്പോഴ് ആ വാക്കുകൾ നിങ്ങൾ ആവർത്തിക്കുമ്പോഴ് നിങ്ങൾ മനസ്സാക്ഷിയോടുകൂടിയാണ് അത് പറയുന്നെങ്കിൽ ആ നിമിഷം മുതൽ നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നേരത്തെ പുറത്തൊക്കെ ഞങ്ങൾ ശുശ്രൂഷിച്ച് വരുമ്പോഴ് ഒരേ സ്ഥലത്ത് ഈ കൺവെൻഷനൊക്കെ നടത്താനായിട്ട് ചെല്ലുന്ന സമയത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്തുതിക്ക് വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള ആൾമാർ 90% വീഴുക. ഒരിടത്ത് പ്രാർത്ഥിക്കേണ്ട പോയി കുറുപ്പന്തറ. ആ കുറുപ്പന്തറയെ പ്രാർത്ഥിക്കാൻ പോയത് ഒരു ഷാപ്പ് നിർത്തിയിട്ട് മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങിയ സ്ഥലത്തായിരുന്നു. അവിടെ ചെന്നപ്പോഴ് ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു ദിവസം പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. എന്താണ് ദൈവമേ നീ അവിടെ പറയാനോ അല്ലെ ചെയ്യാനോ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് കർത്താവ് ഒരു ദർശനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഒരു ഭയങ്കര ഒരു പാമ്പ് ഇങ്ങനെ തിരികെ വേർതിരിക്കുക, ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് അനങ്ങി, അല്ലാതെ എല്ലാം മൊത്തം അനങ്ങുന്നില്ല. എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അവിടെ? എന്തിനെയായിരുന്നു അവിടെ സൂചിപ്പിക്കുന്നത്? പാപത്തിന്റെ കൊടുമുടിയിലാണ് ഏതെല്ലാം പ്രാർത്ഥന നടത്തിയിട്ടും ഏതെല്ലാം ശുശ്രൂഷ നടത്തിയിട്ടും ചലനമെല്ലാം ഉണ്ടോ? ഒരു ചലനമില്ല. അവിടെ ഇവിടെയൊക്കെ പാമ്പിന്റെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് അനങ്ങുന്നുണ്ട്, വേറെ ഒരു അനക്കമില്ല. തിരികെ നിർത്തിരിക്കുക. അവസാനം അവിടെ ചെന്ന് കരങ്ങളും കിട്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഒരുപാട് മാറ്റങ്ങൾ അവിടെ സംഭവിച്ചു. വർഷങ്ങളായിട്ട് കൂനുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവിടെ. കൂനിയായിരുന്നു അവരവിടെ നിന്നിരുന്നത്. കുതിപ്പ് ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വടക്കേ സൈഡിൽ നിന്നിരുന്ന കൂനി നിന്നിരുന്ന വല്യമ്മച്ചി തെക്കോട്ട് വാണം വിടുന്നവരൊരു ഓട്ടോ കൂടിയിട്ട് അവിടെ നിന്നിരുന്ന സംഘാടകർ 2-3 പേര് അതിന്റെ പുറകിൽ പോയി.
അവര് ഓടിയെത്തുന്നതിന് മുമ്പ് തന്നെ ഈ പുതുപ്പിന്റെ ശക്തി എവിടം വരെ ചെല്ലുന്നോ അവിടം വരെ പോയിട്ട് ഈ അമ്മച്ചി അതേ സ്പീഡിൽ തന്നെ തിരിച്ച് വടക്കോട്ട് പോകും. അവസാനം ഈ ഓടിപ്പോയവര് ഊനുള്ള അമ്മച്ചിയെ നോക്കി നടക്കുകയാണ്. തിരിച്ചവർ ഓടി വന്നത് അവര് ശരിയായിട്ടാണെന്നാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഓടിപ്പോയവര് എന്നിട്ട് ഊരിപ്പോയ അമ്മച്ചി ഇങ്ങോട്ട് പോയെന്ന് നോക്കി നടക്കുക. ഒരുപാട് പേര് വീണവിടെ. അവിടെ വന്നിരുന്നയാണ് 90% ആൾക്കാരും അവിടെ വീണ് കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ബഹളം വയ്ക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇങ്ങനെയുള്ള അവസ്ഥകളെ ഉണ്ടാകുന്നത് ഞാനിത് നിങ്ങളുടെ പ്രകൃതിയുടെ കാര്യം പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ ഞാൻ പറയുന്നുണ്ട് നിങ്ങളോട് ശാസ്താംകോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങള് ഒരു ഭവനത്തെ നടത്തുന്നതിന് പോയപ്പോൾ അനുഭവമായിരുന്നു. അതുപോലെ എന്നുള്ള അവസ്ഥയായിരുന്നത്. അതിഭയങ്കരമായിട്ടുള്ള കൊടുങ്കാറ്റും മഴയും. പക്ഷെ ആ 20 സെന്റ് സ്ഥലത്തിനകത്ത് മാത്രം വേറെ ഒന്നുമില്ല. ആയിരത്തുകാരില്ല. അതായത് നിങ്ങൾക്കാരെങ്കിലും അറിയാമായിരിക്കും, ഒരു ക്ലേ ഫാക്ടറി ഉണ്ട് ആ വീടിന്റെ താഴ്വശത്തായിട്ട്. ഒരു ക്ലേ ഫാക്ടറി ഉണ്ട് ആ വീടിന്റെ അകത്ത് താഴ്ഭാഗത്തായിട്ട്. അപ്പൊ ഞങ്ങള് അവിടെ ചെന്നാണ് അങ്ങനെ ചെന്ന് ഈ വീടിന്റെ കോമ്പൗണ്ടില്, അതായത് അവരുടെ വസ്തുവിന്റെ കോമ്പൗണ്ടിലോട്ട് ചെന്ന് താനെടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പ്രകൃതിയൊക്കെ മാറി ഭയങ്കര ഇരുളായി. അതിഭയങ്കരമായിട്ടുള്ള കാറ്റ്, ഭയങ്കര മഴ, ഇതൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങി. എന്റെ കൂടെയുള്ള ബ്രദറിനോട് പറഞ്ഞ് അവിടെ എന്ത് അനർത്ഥ സംഭവം ഉണ്ടായാലും ചലിക്കരുത്, അനങ്ങരുത് എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നു. പുള്ളിക്കാരൻ ഈ അവസ്ഥകൾ കണ്ടു കഴിഞ്ഞത്, അതായത് അവരുടെ വീടിന്റെ ഫ്രണ്ടില് ഒരു പ്ലാവ് നിൽപ്പുണ്ടായിരുന്നു. ആ പ്ലാവ് ഒരു 2-3 പേര് കൂടി പിടിച്ച പിടിമുറ്റത്തിൽ അത്ര വലിയ പ്ലാവായിരുന്നു. അതിങ്ങനെ നിന്ന നിപ്പിരിങ്ങനെ 4 കീറി, വലിയ മഴ കൊണ്ട് കീറി ഇരുന്നവർ ആ പ്ലാവങ്ങ് 4 കീറി വീണത്. അവിടെ ഒരപ്പച്ചന് റൂമിനകത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പച്ചൻ കിടക്കുന്ന റൂമിന്റെ മേളിൽ നിൽക്കുന്ന ഒരു വലിയ പൂവരിച്ച് അതിങ്ങനെ പിരിഞ്ഞ് ആ വലിപ്പമുള്ള പൂവരിച്ചൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് ഒടിയുകയാണ്. ഏതാണ്ട് ഇപ്പം നിങ്ങളിവിടെ കണ്ടതുപോലുള്ള ദുരന്തങ്ങളായിരുന്നു അവിടെ. ഏതാണ്ട് 1 മണിക്കൂർ സമയം. അപ്പോഴാ അടുത്തുള്ള വീട്ടുകാരെല്ലാം വന്ന് അവിടെ നോക്കി നിൽക്കുക. അടുത്ത് തൊട്ട് തെക്കേ വീടുണ്ട്, വടക്കേക്കുണ്ട് വീട്. അവിടെ ഈ മഴയോ കാറ്റോ ഒന്നുമില്ല. കാരണം ആ വീട്ടില് ഏതാണ്ട് 3 പേര് വെട്ടിത്തൂങ്ങി തന്നെ മരിച്ചതാണ്. ഒരാള് വിഷം കഴിച്ച് മരിച്ചതാണ്. 2 പേര് കുത്തിക്കൊന്ന ആളാണ് അവിടെ താഴ്ന്നു കിടക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് കയറിയിരിക്കുന്നത്. അപ്പോഴ് അന്ധകാര ശക്തിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല, അധികം സമയം നീണ്ടു നിൽക്കത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ നിശബ്ദമായത്. അന്ധകാര ശക്തി അധികം സമയം നീണ്ടു നിൽക്കത്തില്ല, കുറച്ച് സമയം മാത്രമേ അത് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പൊ ആ പൈശാചിക ബന്ധനത്തിന്റെ അടിമത്തത്തിലുള്ള വ്യക്തികൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിന്റെ പ്രതികരണമായി കാണുന്ന മൊത്തം പിശാച് വരുന്നത് ഒരിയുടെ ടിവിയുടെ പരസ്യം കാണുന്നവരാണ്. ഒപ്പം പാലും നാഗമൊക്കെ വെച്ച് വരുന്ന ആളാണ് പിശാച്. ആണോ? ഇതെങ്ങനെയാ വരുന്നത്? നമ്മൾ പറയുന്നുണ്ടല്ലോ പിശാചിന്റെ തട്ടീരാ ബ്രദർ. എനിക്ക് തട്ടീരൊന്നുമില്ല, മൊത്തം പിശാചിന്റെ തട്ടീര് അല്ലേ? പിശാച് എങ്ങനെയാ വരുന്നത്? ഏറ്റവും കൂടുതൽ കാണാവുന്ന പിശാചിനെ കൊണ്ട് കാണാൻ പറ്റുന്നു.
ഏതെങ്കിലും കുഞ്ഞുമറിയാമാര് പ്രാർത്ഥനയ്ക്ക് എങ്ങോട്ട് പോവാ? പ്രാർത്ഥനയ്ക്ക് നമ്മുടെ അവറാച്ചൻ തന്നെ അവിടെ തൊഴിലില്ലാതെ കിടക്കും. പ്രാർത്ഥനയ്ക്ക് നാളെ അടുത്താഴ്ച ഇപ്പൊ അതാരാ പറഞ്ഞത്? കുഞ്ഞുമറിയാമ പിശാച് രക്ഷപ്പെടാൻ പോവുക, അനുവദിക്കത്തില്ല. അതോടാ നിങ്ങളോട് വരുമ്പോഴ് വീട്ടിൽ നടക്കുമ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കിക്കളയാ, അവിടെ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കിക്കളയാന്ന് പറഞ്ഞാ വരുന്നത്. പോകാനായിട്ടാണോ വരുന്നത്? അപ്പൊ പിശാച് എപ്പോഴും നല്ലതെന്ന് പറഞ്ഞ് മാത്രമേ നിങ്ങളെ സമീപിക്കത്തുള്ളൂ. കൊള്ളാത്തതെന്ന് പിശാച് പറയത്തില്ല. പറയുവോ? പിശാച് ഒരിക്കലും കൊള്ളാത്തതെന്ന് പറയുമ്പോ പ്രേമബന്ധത്തിൽ ഏർപ്പെടുന്ന എങ്ങനെയാണ്? നല്ലത്, അല്ലേ? നല്ല കണ്ണ്, നല്ല മൂക്ക്, നല്ല ചെവി. ചില ആളന്മാര് പറയുന്നത് നല്ല ബൈക്കോടി, അല്ലേ? ചാകാൻ എളുപ്പമാണ്. അദ്ദേഹത്തിനെ പ്രേമിച്ച് കൂടെ ചെന്നാല് പെട്ടെന്ന് ചത്ത് കിട്ടും. ഇതവര് നല്ലതെന്ന് പറഞ്ഞിട്ടല്ലേ പോകുന്നത്? ആണോ? കാരണം ഈശോയുടെ ഇരിക്കെ പിശാചി എന്ന് എന്താ പറഞ്ഞോണ്ടാ എന്നെ? അമ്മക്കല്ലാക്കി ഇതാ അവസ്ഥ. അമ്മക്കല്ലാക്കി കേട്ടിട്ടുണ്ട ഇത്രയും പേര് പഠിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ചെന്നത് കർത്താവിന്റെ ബലഹീന സമയത്തായിരുന്നു. 40 രാവും പകരും ഉപവസിച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ ചെന്നിട്ട് പറഞ്ഞത്, ഈ കിടക്കുന്ന കല്ല് അപ്പമാകാനായിട്ട് പറയുക. നീ പറഞ്ഞാൽ അത് അപ്പമാകും. ഇതെന്തിനാണ് നീ വിശന്നിരിക്കുന്നത്? ഇത് അറിയാവുന്നത് മനുഷ്യനെല്ലാവർക്കും അറിയാവോ? അറിയത്തില്ല. ആപ്പാടെ പിശാചിനെ അറിയത്തുള്ളൂ. അതുകൊണ്ടാ പിശാച് എന്നിട്ട് പറഞ്ഞത് അപ്പമാക്കുക. ഈ വിശന്നിരിക്കണ്ട. കർത്താവ് പറഞ്ഞ അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്. ആ ദൈവത്തിന്റെ അതിരത്തിൽ നിന്ന് വന്നിരിക്കുന്ന വചനം കൂടെ കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. നമുക്കാണ് അതേ ഉള്ളു. വചനം മാത്രമേ ഉള്ളൂ, ഇല്ലേ? നികണ്ടവരില്ലാത്തതാണെന്നേ ഉള്ളൂ നമ്മുടെ വചനം.